തിരുവോണത്തിന്റെ നാടായ തൃക്കാക്കരയിൽ ഓണത്തെ ആഘോഷത്തോടെ എതിരേൽക്കുകയാണ് എല്ലാവരും. കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രമായ തൃക്കാക്കര മഹാക്ഷേത്രത്തിൽ രാവിലെ മുതൽ ഭക്തജന തിരക്ക് തുടങ്ങി. മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങോടെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ തുടങ്ങുന്നത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, മലയാളികളുടെ ഓണാഘോഷത്തിന്റെ പിറവി എന്ന് തന്നെ പറയാവുന്ന ഒരിടം, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? അനുശ്രീ, രാവിലെ മുതൽ തന്നെ തൃക്കാക്കര ഈ ഒരു ദേശം മുഴുവൻ ഇവിടെ തിരുവോണത്തെ എതിരേൽക്കാനായിട്ട് തയ്യാറെടുക്കുന്നു. ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് വന്നുകൊണ്ട് അവരിവിടെ നിന്ന് പ്രാർത്ഥനയോടുകൂടി കടന്നു പോകുന്നു. ഒരു വലിയ ദിവസം കാത്തിരുന്ന ഒരു വലിയ ദിവസത്തിൻ്റെ മുഴുവൻ സന്തോഷവും എല്ലാവരിലേക്കും തന്നെയുണ്ട്. വലിയ തിരക്ക് ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മഴ, അതിൻ്റെ ഒരു വലിയ തടസ്സങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. വിപണിയും മറ്റു കാര്യങ്ങളിലേക്കും എല്ലാം വരുമ്പോൾ ഈ ആഘോഷത്തിൻ്റെ നിറം കെടുത്തുമോ എന്നത് പോലും നമ്മളത് നോക്കിയിരുന്നു. ഇന്നലെയും നല്ല മഴ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നും മഴ ഒഴിഞ്ഞുള്ളൊരു അന്തരീക്ഷമല്ല, എങ്കിൽ കൂടിയും നല്ല തിരക്ക്, വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ പരസ്പരം എല്ലാം അത്തരം സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നിരവധി പേർ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. മഹാബലിയെ എതിരേൽക്കുക എന്ന ചടങ്ങോടുകൂടിയാണ് ഇവിടെ ഇന്നത്തെ ഒരു ഉത്സവ ആഘോഷങ്ങൾക്ക് അതിൻ്റെ ഒരു മൂർധന്യതയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 10 നാൾ തുടങ്ങിയ ഒരു ആഘോഷങ്ങൾ അതിൻ്റെ ഒരു മുഴുവൻ സജീവതയിലേക്ക് ഈ ദിവസങ്ങളിലേക്ക് വരുന്നു. നമുക്കൊപ്പം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ പ്രമോദ് കുമാർ കൂടി ചേരുന്നു. അതിവിടെ എങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്, ഈ ഒരു ആഘോഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്നെല്ലാം തന്നെ പറയുന്നത്? നമുക്കറിയാലോ, ഓണത്തിൻ്റെ ഒരു കേന്ദ്രബിന്ദു തൃക്കാക്കര തന്നെയാണ്. തൃക്കാക്കരയിലാണ് ഇന്ന് കേരളത്തിലെ ഉത്സവാഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്നതും തൃക്കാക്കരയിൽ തന്നെയാണ്. പിന്നെ മഹാബലി തമ്പുരാനും ഓണവുമായുള്ള ബന്ധം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. മലയാളികൾ എവിടെയുണ്ടെങ്കിലും ഓണം ആഘോഷിക്കുന്ന ഏത് മലയാളി ഏത് വിദേശത്താണെങ്കിൽ പോലും ഓണം ആഘോഷിക്കേണ്ട ഓണത്തിൻ്റെ കേന്ദ്രബിന്ദു തൃക്കാക്കരയാണ്. തൃക്കാക്കരയിൽ എത്താൻ സാധിക്കാത്തവർ, അതായത് തൃക്കാക്കരയിൽ വന്ന് ഓണം കൂടാൻ പറ്റാത്തവർ സ്വന്തം വീട്ടിൽ തൃക്കാക്കരപ്പനെ സാങ്കല്പികമായി പ്രതിഷ്ഠിച്ച് പൂക്കളമിട്ട് ഇവിടെ കുടിയേറിയ 10 നാൾ മുതൽ തിരുവോണം നാൾ വരെ ഓണം ആഘോഷിക്കുന്ന രീതിയാണ്. ഇതിൻ്റെ ഒരു ഓണത്തിൻ്റെ സമാപന ദിവസമാണ് ഇന്ന് തൃക്കാക്കരയിൽ. ഇന്ന് രാവിലെ മഹാബലി എതിരേൽപ്പാണ്. 8 മണിക്ക് മഹാബലി എതിരേൽപ്പുണ്ട്. അദ്ദേഹം, അതായത് വാമന രൂപത്തിലുള്ള ഒരു കുട്ടി, ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് തൻ്റെ തിരുസന്നിധിയിലേക്ക് മഹാബലി എതിരേൽപ്പ്, അതിനുശേഷം വിഭവസമൃദ്ധമായ തിരുവോണ സദ്യ, അതിനുശേഷം 5 മണിക്ക് കൊടിയിറക്കി ആറാട്ടോടുകൂടി ഈ വർഷത്തെ തിരുവോണ മഹോത്സവം സമാപിക്കും. ഒരു ജാതിയും മതവും ഇല്ലാതൊരു നാടൊന്നാകെ ആഘോഷിക്കുകയും അതോടൊപ്പം തന്നെ ഈ തിരുവോണ ദിവസങ്ങളിലേക്ക് തൃക്കാക്കരയുടെ പ്രത്യേകത, ഇന്നിവിടെ തിരുവോണ സദ്യ ഉച്ചയ്ക്ക് അതെല്ലാവരും ക്ഷേത്ര സന്നിധിയിലായിരിക്കുമെന്നതാണ് പറയുന്നത്. അതെ, അത് തന്നെയാണ്. അതായത് മഹാബലി തമ്പുരാൻ നാട് ഭരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന മെസ്സേജാണ് നമ്മൾ ഈ ആഘോഷത്തിൽ വരുന്നത്. അതായത് എല്ലാവരും ഒരുമിച്ച്, ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിരുന്ന് തിരുവോണ സദ്യ ഉണ്ട്. അതിനോടൊപ്പം തന്നെ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന ഒരു സങ്കല്പമാണ് നമ്മൾ ഈ ഉത്സവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു നാട് അതിൻ്റെ ഒരു മുഴുവൻ സജീവതയിലേക്കും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ആഘോഷപൂർവ്വമായി കടന്നു പോകുന്ന ഒരു ദിവസം. ഏറ്റവും പ്രത്യേകമായിട്ട് തന്നെ എടുത്തു പറയേണ്ടത് ഈ തിരുവോണ ദിവസത്തിൻ്റെ ഈ ഇവിടുത്തെ ഒരു തിരുവോണ സദ്യ തന്നെയാണ്. വിഭവസമൃദ്ധമായ സദ്യ. ഏതാണ്ട് വലിയൊരു സംഖ്യ തന്നെ ആളുകൾ ഇവിടേക്ക് വരുന്നു. ഒരു നാടിൻ്റെ മുഴുവൻ പരിച്ഛേദവും ഇവിടേക്ക് എത്തുന്നു. അങ്ങനെ ഈ തിരുവോണ സദ്യ ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി അതിൻ്റെ ഒരു ഔപചാരികമായ ഒരു ഉദ്ഘാടനം, പിന്നീട് വലിയ രീതിയിലേക്ക് അതിൻ്റെ ഒരു പങ്കാളിത്ത സ്വഭാവത്തോടുകൂടി ആളുകൾ അതിലേക്ക് കടന്നു വരികയും ചെയ്യും. ഇതെല്ലാം തന്നെയാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത്. ഈ ആഘോഷത്തിൻ്റെ സജീവത എല്ലാം തന്നെ വേറിട്ട് നിർത്തുന്നതും ഈ തിരുവോണ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയും ഇവരുടെ പങ്കാളിത്ത സ്വഭാവവും എല്ലാം തന്നെ നമുക്ക് കാണാം. വലിയ രീതിയിലേക്ക് ആളുകൾ ഇവിടേക്ക് കടന്നു വരുന്നു. ഇന്ന് ഏതാണ്ട് ഇവിടെ വന്ന് അതിൽ പങ്കെടുത്തുകൊണ്ട് പിന്നീട് തിരുവോണ സദ്യയിലും എല്ലാം തന്നെ കുടുംബസമേതം പങ്കെടുത്തുകൊണ്ടാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഈ വിദേശത്തു നിന്ന്, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വിദേശത്തു നിന്നുള്ളവർ പോലും ഇവിടേക്ക് ഈ ദിവസങ്ങളിലേക്ക് കൃത്യമായി എത്താനായിട്ട് അവർ ശ്രദ്ധിക്കാറുണ്ട്, അവരിവിടേക്ക് വരാറുണ്ട്. അങ്ങനെ വലിയ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ, അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു ദിവസത്തിലേക്ക് തന്നെയാണ് തൃക്കാക്കരയും അതിൻ്റെ ഈ ക്ഷേത്ര പരിസരവും എല്ലാം തന്നെ കടക്കുന്നത്. അനുശ്രീ. ശരി ഡാനി, അങ്ങനെ തിരുവോണത്തിന്റെ നാടായ തൃക്കാക്കരയിൽ ഓണത്തെ ആഘോഷത്തോടെ എതിരേൽക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ഒരുപാട് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെയും ഓണാഘോഷങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളിയുടെ കാർഷികോത്സവമായ ഓണം വസന്തകാലത്തിന്റെ അടയാളമാണ്. ഓണം ആഘോഷിക്കുന്നതിന് തനത് ശൈലിയും അനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട്. മാറിയ കാലത്ത് എല്ലാവർക്കും പക്ഷേ അത് അറിയണമെന്നില്ല.
എന്നാൽ അത് വരും തലമുറയ്ക്ക് അടയാളപ്പെടുത്തി വയ്ക്കുന്നവരുമുണ്ട്. കാണാം ആചാരാനുഷ്ഠാനങ്ങളോടെയുള്ള ഒരു ഓണാഘോഷം. മലപ്പുറത്ത് നിന്നും CV അനുമോദും അഖിൽ ഓട്ടുപാറയും തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം. തിരുവോണമാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് ഓണത്തിൻ്റെ ശൈലിയും രീതിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊക്കെ ഇൻസ്റ്റൻ്റാണ്. എന്നാൽ നാട്ടിൻപുറത്തെ പഴയ ഓണം അങ്ങനെയൊന്നും അല്ല. മണ്ണിൽ ചവിട്ടി നിന്ന്, മണ്ണിനോട് ചേർന്ന് നിന്ന്, മണ്ണിനെ അറിഞ്ഞുകൊണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് മലയാളികൾ ഓണം ആഘോഷിച്ചിരുന്നത്. നമ്മൾ ഇന്നുള്ളത് എടപ്പാൾ നീലിയാട് ചന്ദ്രമാഷ് വീട്ടിലാണ്. മാഷൊരു ജൈവ കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഓർഗാനിക് ശൈലിയിലുള്ള ഓണാഘോഷം, അതായത് പണ്ട് കാലത്ത് എങ്ങനെയാണോ ഓണം ആഘോഷിച്ചിരുന്നത്, ആചരിച്ചിരുന്നത്, അതേ ശൈലിയിലാണ് അദ്ദേഹം ഇപ്പോഴും ഓണം കൊണ്ടു നടക്കുന്നതും കൊണ്ടാടുന്നതും. നമുക്ക് ഈ ദിവസം എങ്ങനെയാണ് നാടൻ ശൈലിയിലുള്ള, നാട്ടിൻപുറത്ത് രീതിയിലുള്ള ഓണാഘോഷമെന്ന് കണ്ടു മനസ്സിലാക്കാം. അങ്ങനെ ഒരു ഓണം കൂടി സമാഗതമായിരിക്കുകയാണ്. മലയാളിയുടെ ഏറ്റവും ഉർവരമായ ആഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ ഒട്ടും ആലോചിക്കാണ്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഓണം. മണ്ണും മനുഷ്യനും പ്രകൃതിയും പൂക്കളും മലകളും ഒക്കെ കൂടി ഒന്നിച്ചു ചേർന്ന് എല്ലാവരും ഒറ്റ മനസ്സായി ആഘോഷിച്ചിരുന്ന വളരെ മഹത്തരമായൊരു ഓണത്തിൻ്റെ ഈടുവെപ്പുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓണത്തിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങ് എന്താ അറിയോ? മാധേവര വയ്ക്കലാണ്. മാധേവര് പറഞ്ഞാൽ ഇതാണ്. തൃക്കാക്കരപ്പള്ളിയിലെ മാധേവരനെ നമുക്ക് അവിടെ പോയി കാണാൻ കഴിയാത്തതുകൊണ്ട് ഓണത്തിന് അദ്ദേഹത്തിന് നമ്മുടെ ഓരോരുത്തരും ഉമ്മർത്ത് വെച്ചിട്ട് അദ്ദേഹത്തെ വണങ്ങുകയും പ്രാർത്ഥിക്കുകയും അടുത്ത വർഷവും നന്മയും അതുപോലെ സമൃദ്ധിയും ഉണ്ടാവണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഓണം. എല്ലാം പ്രാർത്ഥനകളാണ്. മനുഷ്യൻ മണ്ണാണ്. നമ്മൾ മണ്ണിൽ നിന്ന് വരുന്നു, മണ്ണിലേക്ക് പോകുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു അവിടെ. അങ്ങനെയുള്ള മണ്ണ് കൊണ്ട് മാധേവരുണ്ടാക്കുക. നമുക്ക് ഈ മണ്ണിൻ്റെ പ്രത്യേകത കണ്ടു. നിങ്ങൾ ഒട്ടുമില്ലാതെ അത് പുറ്റുമണ്ണാണ്. ഇതിനെന്താണെന്ന് പറയേണ്ടോ? പുറ്റുമണ്ണാണ്. ഇതിൽ കല്ലില്ല, വേറെ ഒന്നുമില്ല, പുറ്റുമണ്ണാണ്. ഇതാണ് ഉപയോഗിക്കുന്നത്. ഈ പുറ്റുമണ്ണ് ഉപയോഗിച്ചാണ് സാധാരണ മാധവരുണ്ടാക്കുക. പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഇത് എങ്ങനെ വേണമെങ്കിൽ വഴങ്ങും. നമുക്ക് എങ്ങനെ ഉരുളേക്കാം, നീട്ടാം, പരത്താം ഒക്കെ ചെയ്യാം. കേൾക്കണ്ടല്ലോ. ഇപ്പം മാധേവരൊക്കെ അങ്ങാടിയിൽ കിട്ടും, മരം കൊണ്ടുള്ള മാധേവര്. പക്ഷെ ഒരിക്കലും അത് മണ്ണ് കൊണ്ടുണ്ടാക്കണ മാധേവരെ എത്തില്ല. കാരണം മണ്ണിലാണ് നമ്മുടെ എല്ലാം. മണ്ണിലാണ് പൂക്കൾ വിരിയുന്നത്. മണ്ണില്ലെങ്കിൽ നമ്മളില്ല. ഭക്ഷണം വിരിയുന്നത്, പൂക്കൾ വിരിയുന്നത്. അപ്പോൾ നമ്മുടെ മാധേവര് മണ്ണുമായിട്ട് ചേർന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് മാധേവരുണ്ടാക്കുക. നോക്കുക, നമ്മൾ സാധാരണ ഒരു 5 മാധേവരെയാണ് നടുവിൽ പ്രതിഷ്ഠിക്കുക. ഒന്നിനെ പടിക്കൽ വയ്ക്കും, ഒന്നിനെ കിണറ്റുകരയിൽ വയ്ക്കും. അതിൻ്റെ അർത്ഥം ഇവിടെയൊക്കെ നമ്മുടെ കിണറ്റുകരയിൽ നിന്നാണ് വെള്ളം, പഠിക്കുന്നതാണ് സമൃദ്ധി വരുന്നത്. അവിടെയൊക്കെ നമ്മൾ ഇത്തരം മാധേവരുടെ സങ്കല്പം കൊണ്ട് നിറയ്ക്കലാണ്. നമ്മുടെ മനസ്സിൽ എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ എനർജി കിട്ടുന്ന നല്ലൊരു കാലമായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കണം. മാധേവരെ ഉണ്ടാക്കാം. കണ്ടുവോ നിങ്ങൾ? ഇങ്ങനെ മാധേവരെ ഉണ്ടാക്കി റെഡിയാക്കിയിട്ട് നമ്മൾ ആദ്യത്തെ 5 എണ്ണം നമുക്ക് നടുവിൽ വെക്കാനുള്ളതാണ്. ഇനി നമുക്ക് നടുവിൽ വെക്കാനുള്ള പീഠം വേണം. എന്നിട്ട് വിഭവം പൂവട ഉണ്ടാക്കും. അതുപോലെ പൂക്കളറുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഇതിൻ്റെ മീലെ പൂക്കളൊക്കെ കുത്തി അതിനു മുമ്പ് അണിഞ്ഞ് നാക്കിൽ വെച്ച് അണിഞ്ഞ് നമ്മൾ തൃക്കാക്കരപ്പനെ പ്രതിഷ്ഠിച്ചാൽ ഓണം വന്നു എന്നാണ് സാരം. മനസ്സിലായില്ലേ? ഇത് ആണ് നമ്മുടെ പ്രതീക്ഷ. ഈ കൊല്ലത്തെ ഓണം കഴിയുമ്പോഴും നമ്മൾ ഇനി അടുത്ത കൊല്ലത്തെ ഓണത്തിന് വേണ്ടി കാത്തിരിക്കും. അങ്ങനെ ഈ കാത്തിരിപ്പാണ് നമ്മുടെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് മാധേവർ. നമ്മളിപ്പോൾ 5 എണ്ണം 2, 4, 6 എണ്ണം ഉണ്ടാക്കി 5 എണ്ണം നമുക്ക് ഉമ്മർത്ത് വെക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് കിണറ്റ് കരയിൽ വയ്ക്കും, ഒന്ന് പടിക്കൽ വയ്ക്കും. ഇനി ചെറിയൊരു സംഭവം കൂടിയുണ്ട്. ഇതിൻ്റെ നടുവിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു പീഠം വേണം. അതാ പീഠം ഉണ്ടാക്കുകയാണ്. നോക്കുക നിങ്ങൾ, ആണ് പീഠം. പീഠാക്കുകയാണ് ഇതിനെ. നടുവിൽ നമ്മൾ ഈ പീഠത്തിലിരുത്തും. അപ്പോൾ ഇത് വയ്ക്കുന്ന സമയം മുതൽ ഓണം വന്നു. മാത്രമല്ല തൃക്കേട്ട ദിവസം കന്ന് നിർത്തി കൃഷിപ്പണികളൊക്കെ നിർത്തിവെച്ചു. ഇനിയുള്ള 4-5 ദിവസം ഓണാഘോഷമാണ്. ഓണം എല്ലാം മറന്ന് ആഘോഷിക്കുകയാണ് നമ്മൾ. പണ്ടൊക്കെ ആണെങ്കിലേ
പണ്ടൊക്കെ ആണെങ്കിൽ വിരിപ്പ് കൊയ്ത് പുന്നല്ലരി കൊണ്ട് പത്തായൊക്കെ നിറയുന്ന കാലം തുമ്പയും മുക്കുറ്റിയും വെള്ളാട്ടിയും തിരുതാളിയും കോളാമ്പിയും കാക്കയും ഒക്കെ കൊണ്ട് വേലിക്കുത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന കാലം. ഇപ്പോൾ കുട്ടികളൊക്കെ അങ്ങാടിയിൽ നിന്നാണ് പൂവ് വാങ്ങുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും എന്തുണ്ട്, പൂവുണ്ട്. നമ്മൾ അതൊക്കെ പൊട്ടിച്ചാണ് ഓണം ആഘോഷിക്കുന്നത്. ഓണം വാസ്തവത്തിൽ വസന്തോത്സവം എന്നാണ് പറയാം. എന്താ വസന്തകാലം, കേരളത്തിലെ പൂക്കാലമാണ് ശരിക്കും ഓണം. ചിങ്ങം കന്നി തുലാം ഇത് കേരളത്തിലെ വസന്തകാലമാണ്. ഇടവം മിഥുനം കർക്കിടകം കേരളത്തിലെ വർഷഹൃതുവാണ്. മനസ്സിലായില്ലേ? ആ വർഷഹൃതു കഴിഞ്ഞിട്ട് വസന്തം വരുമ്പോൾ പൂക്കൾ, കായ്കൾ, ഫലങ്ങൾ, നെല്ല് എല്ലാം കൊണ്ട് നിറയുന്ന കാലത്താണ്, പത്തായം നിറയുന്ന കാലത്താണ് പറയാം ഓണം ആഘോഷിക്കുന്നത്. ആ പ്രകൃതി അതിന് സന്നദ്ധമായി നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചപ്പോൾ ജൂൺ ജൂലൈയിൽ തുമ്പപ്പൂവ് കിട്ടില്ല. ഇപ്പോൾ ഏത് റോഡിൻ്റെ അരുവിലും തുമ്പയും മുക്കുറ്റിയും വെള്ളാട്ടിയും തിരുതാളിയും കോളാമ്പിയും കൊണ്ട് നിറഞ്ഞു. മനസ്സിലായി? അതിന് സയൻസും ഉണ്ട്. കാരണം ഈ പൂവിലുള്ള ഫ്ലോറജിൻ എന്ന് പറയുന്ന സാധനമാണ് കായായിട്ട് മാറേണ്ടത്. അപ്പോൾ അതിന് ഈ സമയത്ത് ഇപ്പോൾ പൂവ് ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന സമയമാണ്. ഇനി ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ കായ വന്ന് വിത്ത് വിതരണം പറഞ്ഞാൽ അവർ ഒരു മാസം കഴിഞ്ഞ് അവസാനിച്ചു. ഇനി അടുത്ത കൊല്ലം വിരിണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം പ്രകൃതിയുടെ വാഴ്വുകളെ അറിയുകയും തൊട്ട് മനസ്സിലാക്കുകയും ചെയ്യാനുള്ള അവസരങ്ങളാണ് പൂവിറക്കൽ മുതൽ തൃക്കാക്കരപ്പന ഉണ്ടാക്കൽ വരെയുള്ള കാര്യങ്ങൾ. ഓണം എല്ലാ മനുഷ്യൻ്റെ എല്ലാ ചേതനകളെയും തൊട്ടറിയുന്ന ഒരു ഉത്സവമാണ്. അതാണ് ഓണത്തിന് മറ്റെല്ലാ ഉത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കാരണം പ്രകൃതി അനുകൂലമാണ്. അതുപോലെ കാലാവസ്ഥ. ഇപ്പോൾ വിഷുവൊക്കെ വരുമ്പോൾ കൊടിയ വേനലൊക്കെ ആവും. ഇപ്പോൾ എല്ലായിടത്തും വെള്ളമുണ്ട്, സമൃദ്ധമാണ്, ഹരിതാപം നിറഞ്ഞു നിൽക്കുന്നു. ഈ സമയത്താണ് ഓണം വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ട് ഇപ്പോൾ നോക്കുക, പച്ചക്കറികൾ നിറഞ്ഞു നിൽക്കുന്നു. പാടത്ത് നെല്ല് നടുകയാണ്. രണ്ടാമത്തെ വിളക്കുള്ള മുണ്ടക കൃഷിക്കുള്ള തുടക്കമാണ്. അപ്പോൾ അതിലിടയ്ക്കുള്ള ഒരു ബ്രേക്കാണത്, ഒരു ബ്രേക്ക്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് തൃക്കാരപ്പന വെക്കുന്ന ഇതിലേക്ക് പോവാം. ഇപ്പോൾ നോക്കുക, ഇതാണ് മാധേവര സങ്കല്പം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 5 എണ്ണം നമ്മുടെ വീട്ടിൻ്റെ മറത്തും, ഒന്ന് കിണറ്റുകരയിലും, ഒന്ന് ഗേറ്റിൻ്റെ അവിടെയും വെക്കാനുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ വസന്തകാലത്തിൻ്റെ ഉത്സവമാണ് ഓണം എന്ന് പറഞ്ഞല്ലോ. വസന്തകാലം പ്രകൃതിയാണ് വെളിയിക്കുന്നത്. അപ്പോൾ പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ പൂക്കളെ അറുത്ത് പൂക്കളം വെച്ച് 10 ദിവസം പൂക്കളിട്ടാണ് നമ്മളതിൽ മാധവനെ കുടിയിരുത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ 10 ദിവസം പൂക്കളിടുന്നതിനെക്കുറിച്ചൊക്കെ ഭയങ്കര സാമ്പ്രദായമായ അറിവുകളുണ്ട്. ആദ്യത്തെ ദിവസം ഒരു വരി പൂവാട്, അത് തുമ്പ കൊണ്ട് ഇടണതാണ്. ഇത് കേരളത്തിൻ്റെ പല ഭാഗത്തും പല മാതിരിയാണ്. പക്ഷെ മധ്യ കേരളത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ദിവസം 2 വരി എന്ന് പറയാം. മൂന്നാമത്തെ ദിവസം 3 വരി, ഒരു നിറമുള്ള പൂട. 4 മുതലുള്ള ദിവസങ്ങളിൽ തൃക്കേട്ട വരെയുള്ള നിറങ്ങൾ വർദ്ധിപ്പിച്ച് വലുതാക്കി തൃക്കേട്ടയിൽ കന്നിർത്തി കഴിഞ്ഞാൽ എല്ലാ പൂക്കളും വരാം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ അന്നത്തെ പൂക്കളമാണ് ഏറ്റവും എല്ലാ നിറങ്ങൾ കൊണ്ട് വർണ്ണാഭമായിരിക്കും. അതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എല്ലാത്തിലും ഒരു മിതത്വം കാണിക്കുന്ന ഒരു സമ്പ്രദായം. ഭക്ഷണം കഴിക്കുമ്പോൾ മുതൽ എല്ലാ കാര്യങ്ങളിലും മലയാളി പണ്ട് കാലത്ത് സൂക്ഷിച്ച മിതത്വങ്ങൾ ഈ പൂക്കളുടെ കാര്യത്തിലുണ്ട്. മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ള പൂക്കൾ അറുത്ത് ഉത്രാടത്തിൻ്റെ അന്ന് ഏറ്റവും വലിയ പൂക്കളം, എല്ലാ പൂക്കളും ഉള്ള തൃക്കേട്ട കന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പൂക്കളും അറക്കും. വർണ്ണവൈവിധ്യമുള്ള ആ അത് വൈകുന്നേരം അങ്ങനെ ആണ് നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് ഈ പൂക്കളം ഇട്ട ആ സ്ഥലത്താണ് നമ്മൾ മാധവരെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പൂക്കളെ ഇറക്കാൻ പോവുകയാണ്. ഇത് അത്രയും വർണ്ണാഭമായ പൂക്കളൊക്കെ ഇറക്കാം. പൊട്ടിക്ക് ഓരോരുത്തർ ഓരോന്നും പൊട്ടിക്കും. തെക്കേക്കര വടക്കേക്കര കണ്ണാന്തളി മുറ്റത്തൊരു തുമ്പ മുളച്ചേ കര വടക്കേക്കര ആന്തളി മുറ്റത്തൊരു തുമ്പ മുളച്ചേ തുമ്പ കൊണ്ടമ്പതു ചോണി ചാമച്ചേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. പത്ത് ദിവസം ഓണപ്പൂക്കളം ഒരുക്കിയ സ്ഥലത്ത് നമ്മൾ മാധവരെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ആഘോഷം തുടങ്ങായി. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യത്തെ പരിപാടി അണിയലാണ്. അരിമാവ് കൊണ്ട്, നല്ല അരിമാവ് കൊണ്ട് നോക്കുക. നിങ്ങളെ കണ്ടോ, ഇത് കാവത്തിൻ്റെ ഇലയാണ്, കാച്ചിലിൻ്റെ ഇലയാണ്. ഇല കൊണ്ട് ഇങ്ങനെ പിഴിയുമ്പോൾ ഇതിങ്ങനെ വരും, ഞാണ് പോലെ വരും. മനസ്സിലായില്ലേ?
ഇങ്ങനെയാണ് നമ്മൾ അണിയാറ്. ഇതാണ് മാവ് കൊണ്ട് അരിമാവ് കൊണ്ട് അണിയാണ്. കണിക്ക് ഈ ഇല കാവത്തിൻ്റെ ഇലയാണ് നമ്മൾ ഇങ്ങനെ നല്ല കൊഴുപ്പിൽ ഇങ്ങനെ നന്നായിട്ട് അണിയാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊന്ന് അണിഞ്ഞു നോക്കുകയാണ്. ഇതാണിപ്പോൾ നമ്മൾ 5 മാതേവരെയാണ് നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ സാധാരണ മുമ്പിൽ വെക്കുന്നത്. രണ്ട് വേറെ, ഒന്ന് കിണറ്റിൻ്റെ കരയിലും ഒന്ന് ഗേറ്റിൻ്റെ അവിടെയും വയ്ക്കും. ഇവരെ വെച്ച് ഇനി നമ്മൾ അണിയും. വെച്ചിട്ട് വേണം അണിയാൻ. അപ്പോൾ നമ്മൾ താക്കലയിൽ വെച്ചു. ഇനി നമ്മളിപ്പോൾ അണിയാൻ പോവുകയാണ്. വീണ്ടും നമ്മുടെ തൃക്കാർപ്പന അണിയുന്നു. 4 ഭാഗത്തേക്ക് ഇതുമാതിരി ഇങ്ങനെ ഒഴുകണം. അരിമാവ് കൊണ്ട് അങ്ങനെ അണിഞ്ഞ്, ഇതൊക്കെ നമ്മുടെ സമൃദ്ധിയുടെ ഒരു ലക്ഷണമാണ്. എല്ലാം അരിയും മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങൾ വാസ്തവത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ ആഘോഷങ്ങളും. മനസ്സിലായില്ല? നമ്മുടെ ഭക്ഷണം അരിയാണ്, നമ്മൾ അണിയുന്നത് അരിയാണ്, മണ്ണാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ പരസ്പര ബന്ധമുണ്ടെന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്തരം ആഘോഷങ്ങൾ. ഇതിലെല്ലാ പൂവുകളും ഉപയോഗിക്കാറുണ്ട്. അതിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മീതെ 2 പൂവ്. അപ്പോൾ നമ്മൾ പൂജിക്കുകയാണ്. തിരി കൊണ്ട്, പൂ കൊണ്ട്, വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ചു. പൂവും വെള്ളവും കൊടുത്തു. പിന്നെ അതിന് ശേഷം തിരി കൊണ്ട്, അതുപോലെ തന്നെ പഴം കൊണ്ട്, ശർക്കര കൊണ്ട്, അതുപോലെ പിന്നെ പൂവട കൊണ്ടാണ് നെയ്തിക്കുക. ഒക്കെ നമ്മുടെ ഭക്ഷണ സങ്കല്പങ്ങളും പ്രകൃതിയായിട്ടുള്ള സങ്കല്പങ്ങളും കൂടി ഇഴചേർന്ന് കിടക്കുന്നു. ഇന്ന് മുതൽ ഓണം തുടങ്ങുക. ഓണത്തിൻ്റെ മറ്റ് കാർഷിക വൃത്തികളൊക്കെ നിർത്തിവെച്ചുകൊണ്ട് നമ്മൾ ഈ വസന്തോത്സവത്തെ എതിരേൽക്കുക. മനസ്സിലായി? ഒരു വർഷത്തിൽ മനുഷ്യൻ്റെ എല്ലാ ചൈതന്യങ്ങളെയും ഉണർത്തിയെടുക്കുന്ന ഒരു സംഭവമാണ്. മാത്രത്തിൽ ഈ രണ്ടാമത്തെ മുണ്ടകൻ കൃഷി, ആ മുണ്ടകൻ കൃഷി ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ കന്നുകാലികൾക്കൊക്കെ ഭയങ്കര പണിയെടുത്ത് വിശ്രമം ആവശ്യമാണ് മനുഷ്യനും. അപ്പോൾ അതിനുള്ള എനർജീസ് ഇതാണ്. വസന്തകാലത്ത് ഈ പുന്നെല്ലും അതിൻ്റെ ഭക്ഷണവും അതുപോലെ ഇതൊക്കെ കഴിച്ച് 5 ദിവസം വിശ്രമിച്ചിട്ട് 1 കൊല്ലത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇത് മുണ്ടക നാടും കാര്യം. കൃഷിയാണ് എല്ലാം. കൃഷിയുടെ ഏറ്റവും ഉദാത്തമായ ഉത്സവമാണ് ഓണം. ഇത്രയും വരെ. കാരണം നമ്മൾ ശരിക്കും അശ്വതി ഞാറ്റുവേലയിലിട്ട, അതായത് ഏപ്രിൽ 14 ശേഷം ഇട്ട വിത്തുകൾ മുളച്ച് അവ നെല്ലായി പത്തായി നിറയുന്ന കാലം. അതുപോലെ ഭരണി കാർത്തിക ഞാറ്റുവേലയിലാണ് നമ്മൾ വേനൽക്കാലത്ത് പച്ചക്കറി കൃഷി തുടങ്ങുന്നത്. ഈ ഗ്രീഷ്മകാലത്തിന് ശേഷം അതിപ്പോൾ വിളവെടുക്കുക. ശരിക്കും മത്ത പൂവിട്ട ഓണം വന്നതാണ്. അന്ന് കുത്തിട്ട മത്തൻ പൂവിട്ട് ഓണം വന്നു. പി കുഞ്ഞിരാമൻ നായരൊക്കെ മത്ത നിറകുടം വെച്ച് അങ്ങനെ നിൽക്കുന്ന കവിതകളുണ്ട്. ഇതൊക്കെ ഒരു മലയാളം മറന്നു പോകുമ്പോൾ നമ്മളിതിനൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും. അങ്ങനെയുണ്ടല്ലോ, ഈ ഒരു ഊർജ്ജം പകരാനുണ്ടായി. അതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്നപ്പുറം മനുഷ്യനൊരു എൻറ്റിറ്റി ഇല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ഉത്സവമാണ്. ആരപ്പുവേ പോയ് 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 ആരപ്പുവേ പോയ് 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 ആരപ്പുവേ പോയ് 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 പോയ്. എല്ലാവർക്കും ഓണം വന്നു. ഓണത്തിൻ്റെ ആശംസകൾ നേരെ. വളരെ സന്തോഷവും സമൃദ്ധിയും സമ്പന്നതയൊക്കെ ഉണ്ടാകുന്ന ഒരു ഓണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും മനുഷ്യനും മലയാളിയും ലോകത്തുള്ള കാലം ഇത്തരം പുഷ്പങ്ങളുടെയും സമൃദ്ധിയുടെയും ആഘോഷത്തെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചെതിരേൽക്കാം. സന്തോഷം. എല്ലാവർക്കും ഓണാശംസ.